കേരളത്തിലെ ആരോഗ്യ മേഖലയെ സമ്പൂർണ്ണമായി തകർത്ത മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം സ്വാഭാവികമായിട്ട് അത് ബഹുജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതിഷേധമാണ്. അത് KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളിൽ നിന്ന് ആ പ്രതിഷേധം വരുന്നുണ്ട്. സാധാരണക്കാരനെ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഇന്ന് ആതുര സേവനങ്ങളല്ല അവർക്കൊക്കെ അടുക്കാൻ കഴിയാത്ത, അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന കേന്ദ്രങ്ങളായി മാറുമ്പോൾ പ്രതിഷേധം സ്വാഭാവികമാണ്. അങ്ങനെ ഇന്ന് കണ്ണൂരിൽ വെച്ച് പ്രതിഷേധമുണ്ടായപ്പോൾ ഒരു തരത്തിൽ പോലും പ്രതിഷേധക്കാർ മന്ത്രിയുടെ അടുത്തെത്തിയിട്ടില്ല. നിങ്ങൾക്ക് വിഷ്വൽ പരിശോധിക്കാം. അപ്പോൾ ദൗർഭാഗ്യവശാൽ ചില മാധ്യമങ്ങളെല്ലാം മന്ത്രിക്ക് പരിക്ക് പറ്റിയതായിട്ടുള്ള കാണിക്കുമ്പോൾ എന്തുകൊണ്ട് മാധ്യമങ്ങൾ പോലും യഥാർത്ഥ വിഷ്വൽ ജനങ്ങളെ കാണിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഞങ്ങൾ മുമ്പോട്ട് വെക്കുകയാണ്. നിങ്ങൾക്ക് ആ വിഷ്വൽ കൃത്യമായിട്ട് കാണാം. പ്രതിഷേധക്കാർ KSU പ്രവർത്തകർ, 2 പ്രവർത്തകർ കറുത്ത തുണിയുമായി പ്രതിഷേധിക്കാൻ മന്ത്രിക്ക് അടുത്തേക്ക് എത്തുന്നില്ല. അതിന് മുൻപ് തന്നെ, അടുത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ, അടുത്തേക്കായി പോകുമ്പോൾ അതിന് മുൻപ് തന്നെ പോലീസുകാർ അവരെ വലയം തീർത്ത് അവരെ തടഞ്ഞു നിർത്തുന്നു. അതിനുശേഷം ആ പ്രതിഷേധക്കാർക്ക് നേരെ ആക്രോശിച്ച് ചാടുന്ന മന്ത്രിയെ നമ്മൾ കാണുകയാണ്. എല്ലാവരും കാണുകയല്ലേ? ആ ദൃശ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് കൃത്യമായിട്ട് വരികയാണ്. പലപ്പോഴും മുഖ്യധാര മാധ്യമങ്ങൾ ആ വിഷ്വൽ ജനങ്ങൾക്ക് കാണിക്കുന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഇടങ്ങളിലടക്കം ആ വിഷ്വലുണ്ട്. കൃത്യമായി അത് മന്ത്രിയുടെ അടുത്തേക്ക് പ്രതിഷേധക്കാർ എത്തിയിട്ടില്ല. മന്ത്രിയിൽ നിന്ന് അകലം പാലിക്കുന്ന പ്രതിഷേധക്കാർക്ക് നേരെ ആക്രോശിച്ച് ചാടുന്ന മന്ത്രിയെ പൊതുജനം കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു നാടകം കൂടി ഇന്ന് സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നയിക്കുന്ന പുതുയുഗ യാത്ര വലിയ സ്വീകാര്യത ലഭിക്കുകയാണ്. ഒരു ഭാഗത്ത് പുതുയുഗ യാത്രയ്ക്ക് സ്വീകാര്യത ലഭിക്കുന്നു, മറുഭാഗത്ത് പിണറായി വിജയന്റെ ഭരണകൂടത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് CPM പോലും തിരിച്ചറിയുന്നു. ആ വിഭ്രാന്തിയിൽ നിന്ന് നാട്ടിൽ കലാപം സൃഷ്ടിക്കാനുള്ള CPMന്റെ തിരക്കഥയാണിത് എന്നാണ് ആ സംഭവത്തിന് ശേഷം, കരിങ്കൊടി പ്രതിഷേധത്തിന് ശേഷം ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിയും സ്പീക്കറും പാർട്ടി സെക്രട്ടറിയും ഉൾപ്പെടെ നടത്തിയ പ്രസ്താവനകളും നമ്മൾ കാണുകയാണ്. എന്തായാലും അങ്ങനെ അക്രമം കാണിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന്, ഭരണം വീണ്ടും അങ്ങ് പിടിച്ചെടുക്കാമെന്ന് CPM കരുതുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യാമോഹം മാത്രമാണെന്ന് കേരള ജനത തെളിയിച്ചു കൊടുക്കും. യാത്രയ്ക്ക് വേണ്ട പങ്കാളിത്തം കിട്ടുന്നില്ല, അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ആരോഗ്യമന്ത്രി ആക്രമിച്ചു എന്നൊക്കെയാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് LDFന്റെ 3 മേഖലാ ജാഥകൾ, അത് തന്നെ CPMന്റെ വൈരുദ്ധ്യം കാണിക്കുകയാണ്. പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ ഉള്ള കാലത്ത് പിണറായി വിജയൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചു. എന്നാൽ താനുള്ളപ്പോൾ മറ്റൊരാൾ വേണ്ട, ഇനി ജാഥ നയിക്കേണ്ട എന്ന് തീരുമാനിച്ച മുഖ്യമന്ത്രി LDF ജാഥയെ 3ആയി മുറിച്ചു. ജാഥ കടന്നുപോയ വഴികളിൽ നമ്മൾ ആരെങ്കിലും അതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും ഒരു ചർച്ച കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്തോ? ഇല്ല. കാരണം കേരളത്തിൽ RSSന് വേണ്ടി കേരളത്തിൽ ഭരണം നടത്തുന്ന പിണറായി വിജയന്റെ ഭരണത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നു. ആ ഭരണ തുടർച്ച ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ പുതുയുഗ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇന്ന് ആലപ്പുഴയിൽ എത്തിയിരിക്കുന്ന ഘട്ടം വരെ ഏറ്റവും വലിയ, ചരിത്രത്തിൽ ഏറ്റവും വലിയ ജനപങ്കാളിത്തം യാത്രയിൽ ലഭിക്കുന്നു. ആ യാത്ര പോലും CPMനെയും ഇടതുപക്ഷത്തെയും അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. ആ അസ്വസ്ഥതപ്പെടുത്തുമ്പോഴാണ് ഇത്തരമൊരു നാടകവുമായി ഈ ആരോഗ്യമന്ത്രിയെ തന്നെ രംഗത്തിറക്കാൻ CPM തീരുമാനിച്ചത്. മുൻപ് മോണാക്റ്റിൽ സംസ്ഥാന തലത്തിലൊക്കെ അവാർഡ് നേടിയ മന്ത്രിയാണ് എന്നുള്ള വാർത്തകൾ നമ്മുടെ മുൻപിലുണ്ട്. നിലവിലെ അവസ്ഥയിൽ ഏറ്റവും മികച്ച നടിക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു ഓസ്കാർ കൊടുത്താൽ അതിന് ഏറ്റവും അർഹയാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി എന്ന് ജനം കാണുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.